തീർച്ചയായും ഇ ഡിയുടെ വക്താവല്ല ഞാൻ. ഇ ഡിയെ കുറിച്ച് ഒരുപാട് പരാതികൾ അല്ലെങ്കിൽ അവരുടെ വിമർശനങ്ങളുള്ള ഒരാളാണ്. ഒരു തർക്കമില്ല. രാഷ്ട്രീയ എതിരാളികളെ എങ്ങനെയെങ്കിലും പെടുത്തുക എന്ന അർത്ഥത്തിൽ കൊണ്ടുവന്നിട്ടുള്ളതാണ്. ഈ പറഞ്ഞതുപോലെ പലരുടെയും പേരിൽ ഇ ഡി കേസെടുക്കുകയും അവർ ബി ജെ പിയിലേക്ക് മാറിക്കഴിഞ്ഞാൽ ആ കേസ് ഇല്ലാതാവുകയും ചെയ്യുന്ന വാഷിംഗ് മെഷീൻ ടെക്നോളജി ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇതിപ്പോൾ അല്ല എന്ന് നമുക്ക് പറയണമെങ്കിൽ ഇതിന്റെ മുഴുവൻ കാര്യങ്ങൾ വരണം. പക്ഷെ ഒരു കാര്യം വളരെ വ്യക്തമായി ഇതിൽ വന്നിട്ടുണ്ട്. എല്ലാവരും സമ്മതിച്ച ഒരു കാര്യം, ഒരു ജോലിയും ചെയ്യാതെ ഏതാണ്ട് 2.25 കോടി രൂപ വീണ വിജയനും അവരുടെ കമ്പനിക്കും CMRL കൊടുത്തിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതാരും ചോദ്യം ചെയ്യുന്നില്ല. അവിടെ നിന്നാണല്ലോ അത് തുടക്കം. തീർച്ചയായിട്ടും ഇൻകം ടാക്സിന്റെ ഇന്ററിം അതിന്റെ റിപ്പോർട്ടിലാണല്ലോ ഇത് വരുന്നത്. അപ്പൊ എന്തിനാണ് ആ പണം കൊടുത്തത് എന്ന ചോദ്യത്തിന് പാർട്ടി സഖാക്കളടക്കം പറഞ്ഞത് അവർ ജോലി ചെയ്തിട്ടാണ് കൊടുത്തതെന്ന്. ആദ്യം അത് പൊളിഞ്ഞു. ഒരു ജോലിയും അവർ ചെയ്തിട്ടില്ല എന്ന് വളരെ വ്യക്തമായി ഇ ഡിക്ക് മനസ്സിലായി. അപ്പൊ ഈ പൈസ കൊടുത്തത് എന്തിനാണ്, എന്താണ്? അതൊരു വഴിയാണ്. അപ്പൊ അവിടെ അഴിമതിയുടെ വിഷയം വരണമെങ്കിൽ ഇവര് മുഖ്യമന്ത്രിയുടെ മകളാണ് എന്നതുകൊണ്ട് കൊടുത്തതാണ് എന്ന് വരെ വന്നിട്ടുണ്ട്. അങ്ങനെ മുഖ്യമന്ത്രിയുടെ മകൾക്ക് കൊടുക്കണമെങ്കിൽ അവർക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കൊടുക്കുന്ന ആളാണ്. ഏതാണ്ട് 135-140 കോടി രൂപ അവർ ഇതുപോലെ പൊടിച്ചിട്ടുണ്ട്. പല രാഷ്ട്രീയ നേതാക്കളുടെയും പേരുകൾ വന്നിട്ടുണ്ട്. ചിലർ സമ്മതിച്ചിട്ടുണ്ട്, ചിലർ സമ്മതിച്ചിട്ടില്ല. അതൊക്കെ പോട്ടെ. രാഷ്ട്രീയ നേതാക്കൾക്ക് കോർപ്പറേറ്റ് കമ്പനികൾ ഇതുപോലെ സംഭാവനയോ കൈക്കൂലിയോ എന്താ വെച്ചാൽ കൊടുക്കുന്നത് സ്വാഭാവികമാണ്. പക്ഷെ ഇവിടെ പ്രശ്നം, ഇതാദ്യം ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിച്ചത് ഇത് ബാങ്കിൽ കൂടി വന്ന പണമാണ്, ഇതിന് ടാക്സ് അടച്ചിട്ടുണ്ട് എന്നൊക്കെയുള്ള കാര്യമില്ല. അപ്പൊ ഇത് വെള്ളപ്പണമാണ്, കള്ളപ്പണമല്ല എന്നതായിരുന്നു ഇതിന്റെ ആദ്യത്തെ വാദം. അതിൽ നിരവധി ദുരൂഹതകളുണ്ട്. മറുവശത്ത് ഇതിൽ നിന്ന് ഈ പണം കൊടുക്കുക വഴി CMRLന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള സഹായം എന്ന് വെച്ചാൽ വഴിവിട്ട സഹായം കിട്ടിയിട്ടുണ്ടോ? ആ ചോദ്യം ഇനിയും ബാക്കി കിടക്കുകയാണ്. ആ ചോദ്യത്തിലേക്ക് ഇതുവരെ പോയിട്ടില്ല. അത് അഴിമതി നിരോധന നിയമം അനുസരിച്ച് പോകേണ്ട ഒരു കേസാണ്. അങ്ങനെയാണെങ്കിൽ അത് അന്വേഷിക്കേണ്ടത് ഇ ഡി അല്ല, അത് അന്വേഷിക്കേണ്ടത് CBIയോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഏതെങ്കിലും ഏജൻസിയാണ്, ക്രിമിനൽ ആയിട്ട് അന്വേഷിക്കേണ്ടത്. ഇവിടെ ഇപ്പൊ നിൽക്കുന്നത് മണി ലോണ്ടറിങ് എന്ന് പറയുന്ന ഇ ഡിയുടെ പെർവ്യൂവിൽപ്പെട്ട, ഇ ഡിയുടെ നിയമപരമായ പരിധിയിൽപ്പെട്ട ഒരു കേസാണ്. അപ്പൊ ആദ്യം വന്നു ഇത് തീർച്ചയായും അവർ ഒരുപാട് റെയ്ഡ് നടത്തി. ഇപ്പൊ നമ്മൾ മനസ്സിലാക്കുന്ന ഇന്നലത്തെ അവരുടെ പത്രക്കുറിപ്പ്, എനിക്ക് തോന്നുന്നു ഇത്രയും ക്ലിയർ ആയ പത്രക്കുറിപ്പ് ഇതിനു മുമ്പ് വന്നിട്ടില്ല. അതിന്റെ ഹിസ്റ്ററി അടക്കം കൊടുത്തിട്ട് ഇവരുടെ ഡയറിയിൽ നിന്ന്, വീണ വിജയന്റെ ഡയറിയിൽ നിന്ന് അല്ലെങ്കിൽ വീണയുടെ ഡയറിയിൽ നിന്ന് ആർക്കൊക്കെ പൈസ കൊടുത്തിട്ടുണ്ട് എന്ന് ചോദ്യമുണ്ട്. അപ്പോ ഇവരോട് ഇ ഡി ചോദിച്ച ചോദ്യം ഈ പൈസ എന്തിനുപയോഗിച്ചു എന്നുള്ളതാണ്. സ്വാഭാവികമായും അവർക്ക് പറയാവുന്നത് എനിക്ക് കിട്ടിയ പണം ഞാൻ എൻ്റെ ഭർത്താവിന് കൊടുത്തു എന്ന് പറഞ്ഞാൽ ഒരാൾക്കും ചോദിക്കാൻ പറ്റില്ല. കാരണം എനിക്ക് കിട്ടിയ പണം ഞാൻ ഭർത്താവിന് കൊടുത്തു, ഭർത്താവിന് കിട്ടിയ പണം എനിക്ക് തന്നു. ഇനിയിപ്പോ വാദത്തിന് വേണ്ടി ഭർത്താവിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി ഞാൻ എൻ്റെ പണം ഉപയോഗിച്ചു, അതിലൊന്നും സ്വാഭാവികമായി തെറ്റില്ല, അവിടെ ഒന്നും കുഴപ്പമില്ല, അതിലൊന്നും അഴിമതിയും പറയാൻ പറ്റില്ല. കാരണം ഒരു കോർപ്പറേറ്റിൽ നിന്ന് പണം മേടിച്ചു, അത് തെരഞ്ഞെടുപ്പിന് കൊടുത്തു. പലരും അങ്ങനെ മുതലാളിമാരിൽ നിന്ന് പണം മേടിച്ചിട്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുന്നത്. പക്ഷെ അപ്പൊ വേറെ കേസുകൾ വരും, ഇത്രയും പണം ഉപയോഗിച്ചോ, ഇത്രയും പണം ഉപയോഗിച്ചെങ്കിൽ തെരഞ്ഞെടുപ്പ് കേസൊക്കെ ആയി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ്. അതവിടെ നിൽക്കട്ടെ. ഇപ്പൊ പോയിട്ടുള്ളത് വേറൊരു വഴിക്കാണ്. ഇപ്പൊ പോയിട്ടുള്ളത് ഈ പണം നേരത്തെ പറഞ്ഞതുപോലെ റിയാസിന്റെ വീട് കഴിഞ്ഞവണ് റെയ്ഡ് ചെയ്തെങ്കിലും ഒന്നും കിട്ടിയില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതും കഴിഞ്ഞ് ഇപ്പോൾ ഈ പട്ടികയിൽ നിന്ന് വീണ തൈക്കണ്ടിയുടെ ഈ ലിസ്റ്റിൽ നിന്ന് അവർക്ക് കിട്ടിയിട്ടുള്ളത് ആർക്കൊക്കെ പണം കൊടുത്തു എന്നതാണ്. അതിൽ റിയാസിന്റെ അടുത്ത സുഹൃത്തുക്കൾക്കും, അതിൽ പാർട്ടിക്കാരുണ്ട്, പാർട്ടിക്കാരല്ലാത്ത ബിസിനസ്സുകാരുണ്ട്. കോഴിക്കോട്ടെ കുറെ ബിസിനസ്സുകാർക്കും പാർട്ടിയുടെ ഒക്കെ DTPCയുടെ ആളായിരുന്ന പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗം, DYFI നേതാവ് അല്ലാത്ത ആളുകൾ, ബിസിനസ്സുകാർ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിനപ്പുറത്ത് ഇപ്പോ വേറൊരു ഇത് വന്നിട്ടുണ്ട്, ലേക്കർ കോർപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു കമ്പനി. ലേക്കർ കമ്പനി ഉണ്ടായിരുന്നു എന്നുള്ളത് റിയാസ് പറയുന്നത് ഞാൻ എൻ്റെ തെരഞ്ഞെടുപ്പ് ഇത് പട്ടികയിൽ കൊടുത്തിട്ടുണ്ട്. 10 ലക്ഷം രൂപ അതിൽ വീണയുടെ വരുമാനമായി കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹം അത് മറച്ചു വെച്ചു നമുക്ക് പറയാൻ പറ്റില്ല. തെരഞ്ഞെടുപ്പ് കേസിൽ അത് പറയാൻ പറ്റില്ല. ലേക്കർ ഇന്ത്യ എന്ന് പറഞ്ഞ സാധനം കൊടുത്തിട്ടുണ്ട്. പക്ഷെ ലേക്കർ ഇന്ത്യ എന്താ പണിയാണ് ചെയ്തിരുന്നത് എന്ന ചോദ്യം അവിടെ വളരെ 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 വലിയ പ്രശ്നമായി നിൽക്കുകയാണ്. ലേക്കർ ഇന്ത്യയുടെ ഒരു ഓഫീസ് ഒരു ചെറിയ പേപ്പറിൽ ഒട്ടിച്ച ഒരു ഓഫീസ് മാത്രമാണ് എന്ന് മാധ്യമങ്ങളൊക്കെ നമ്മളെ കാണിച്ചു. അവിടെ ആരെങ്കിലും വീണ അവിടെ വന്നതായിട്ട് ഇന്ന് വരെ അറിവില്ല. അതിൽ വേറെ ആരെങ്കിലും അവിടെ വന്നതായിട്ട് അവർക്ക് അറിവില്ല. ഒരു ബോർഡ് മാത്രമാണ് സമീപവാസികളൊക്കെ കണ്ടിട്ടുള്ളത്. അതിന്റെ മറ്റൊരു അഡ്രസ് എന്ന് പറഞ്ഞാൽ അത് മെഡിക്കൽ ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് എന്നാണ് പറയുന്നത്. വേറൊരു ഡോക്ടറാണ് അതിന്റെ പാർട്ട്ണർ എന്ന് പറയുന്നത്. പക്ഷെ ഇതുവരെ അവിടെ മെഡിക്കൽ ഉപകരണങ്ങളോ ഏതെങ്കിലും ബിസിനസ്സോ നടക്കുന്ന ആരും കണ്ടിട്ടില്ല. അതുപോട്ടെ.
പിന്നെ വന്നിട്ടുള്ള രണ്ടാമത്തെ പ്രശ്നം എന്താ വെച്ചാൽ, അപ്പൊ ഇതൊരു ഷെൽ കമ്പനിയാണോ എന്ന ചോദ്യമുണ്ട്. ഈ കമ്പനിയുടെ ഇടപാടുകളുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ നടന്നിട്ടുണ്ട്, അതിന്റെ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചിട്ടുണ്ട്. മരവിപ്പിക്കുമ്പോൾ അതിൽ 15 ലക്ഷം രൂപയുടെ അക്കൗണ്ട് ഉണ്ട്. 10 ലക്ഷമാണ് റിയാസിന്റെ തെരഞ്ഞെടുപ്പ് മറ്റേ ഇതിൽ കൊടുത്തിട്ടുള്ളത്, അറിയിപ്പ് അവരുടെ പേഴ്സണൽ ഡീറ്റെയിൽസിൽ കൊടുത്തിട്ടുള്ളത്. അതൊക്കെ സ്വാഭാവികമാവും. 10 കൊടുത്തു, 15 പിന്നെ വരാം, 5 എവിടെ നിന്ന് വന്നു എന്നൊക്കെ വേറെ ചോദ്യം. അതിലും പ്രധാനമായ ചോദ്യം, ഇവർ കുറെ പണം ദുബായിലേക്ക് കടത്തിയിട്ടുണ്ട് എന്ന രൂപത്തിൽ ഒരു വാർത്ത വന്നിട്ടുണ്ട്. ദുബായ് എന്തിനു വേണ്ടി ഇത്രയും ലക്ഷം രൂപ അവർ ദുബായിക്ക് കടത്തി? ആർക്ക് കൊടുക്കാനാണ് ദുബായിക്ക് ആ പണം അയച്ചത്? അപ്പൊ അങ്ങനെ പണം അയച്ചു എന്ന് മാത്രമല്ല, അത് വളരെ സ്ട്രെയിറ്റ് ആയിട്ടല്ല അയച്ചത്. അത് അയച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിം കാർഡ് എടുത്ത്, ഇവരുടെ പേരിലല്ലാത്തൊരു സിം കാർഡ് എടുത്തു. ആ സിം കാർഡ് എടുത്തത് ഇവർക്ക് വേണ്ടി, റിയാസിനും വീണയ്ക്കും വേണ്ടി അവരുടെ ഒരു സുഹൃത്താണ് എടുത്തത് എന്ന് അദ്ദേഹം സമ്മതിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു സിം കാർഡ് എടുത്ത്, വേറെ ആളുടെ പേരിൽ സിം കാർഡ് എടുത്ത് പൈസ അയക്കേണ്ട കാര്യം എന്താ? വീണ വിജയൻ അയക്കാലോ പൈസ വേണമെങ്കിൽ, എന്തിനാ അയച്ചതെന്ന് പറഞ്ഞാൽ മതി. അപ്പൊ എങ്ങനെയാണ് ഇവിടുന്ന് ലക്ഷക്കണക്കിന് രൂപ പോയത്? ഇപ്പൊ പറയുന്നു 3 കോടിയോളം രൂപയോളം അങ്ങനെ പോയിട്ടുണ്ട് എന്നാണ് കണക്ക് പറയുന്നത്. നമുക്കറിയില്ല അതിന്റെ കണക്ക്. ഏതായാലും ED പറഞ്ഞ വിവരമേ നമുക്കുള്ളൂ. ഞാൻ EDയെ 100% വിശ്വസിക്കുന്നുമില്ല. പക്ഷെ എങ്കിൽ പോലും ഇവിടുന്ന് റിവേഴ്സ് ഹവാല പോലെ പണം പോയിട്ടുണ്ട് എന്നത് ഒരു സത്യമാണ്. അതെന്തിനാണ് അയച്ചത്? അതിന് മറുപടി പറയേണ്ടി വരും വീണ. ഒരു പക്ഷേ വീണയ്ക്ക് പറയാൻ പറ്റില്ലെങ്കിൽ റിയാസ് മറുപടി പറയും. വീണ എനിക്കറിയില്ല എന്തിനാ പോയേ എന്ന് പറഞ്ഞാൽ പിന്നെ ആർക്കാ അറിയുക എന്ന് ചോദിച്ചാൽ സ്വാഭാവികമായും പിന്നെ അറിയേണ്ട ആൾ റിയാസാണ്. അപ്പൊ റിയാസിനെ ചോദ്യം ചെയ്യേണ്ടി വരും. ഈ പണം, കർത്താവിന്റെ കമ്പനിയിൽ നിന്ന് കിട്ടിയ പണത്തിൽ ഇത്രയൊക്കെ ലക്ഷം രൂപ നിങ്ങൾ എന്തിനാണ് വിദേശത്തേക്ക് അയച്ചത്? ആർക്കാണ് കൊടുത്തത്? ആരാണ് അവിടുന്ന് റിസീവ് ചെയ്തത്? എന്ത് ആവശ്യത്തിനാണ് കൊടുത്തത്? ഒരു തുണി വാങ്ങാനോ വല്ല ബിസിനസ് ആവശ്യങ്ങൾക്കോ മെഡിക്കൽ എക്യുപ്മെന്റ് വാങ്ങാൻ എന്തെങ്കിലും ആണോന്ന് പറഞ്ഞാൽ മതി. ഇന്ന കാര്യത്തിനാണ് ഞാൻ ആ പണം കൊടുത്തതെന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ് കാര്യം. പക്ഷെ അങ്ങനെ പറയാൻ പറ്റുമോ? അങ്ങനെ പറയാനുള്ള ഇൻവോയ്സോ ബില്ലുകളോ എന്തെങ്കിലും റിയാസിനുണ്ടോ? അല്ലെങ്കിൽ റിയാസിന്റെ ഏതെങ്കിലും ഫ്രണ്ടിന് വേണ്ടി എടുത്തെങ്കിൽ അവരുടെ ഇൻവോയ്സോ ബില്ലുകളോ ഉണ്ടോ? അപ്പൊ ഇങ്ങനെ പണം റിവേഴ്സ് ഹവാല കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊരു ക്രിമിനൽ കുറ്റമാണ്. ആവശ്യമില്ലാതെ വിദേശത്തേക്ക് പണം അയച്ചിട്ടുണ്ടെങ്കിൽ ആർക്കാണ് അയച്ചത് എന്ന് ചോദിക്കുമ്പോൾ ആ ക്രിമിനൽ കുറ്റത്തിന് ആൻസർ ചെയ്യേണ്ടി വരും. അത് മാത്രമല്ല, ഈ ലേക്കർ ഇന്ത്യ എന്ന് പറയുന്ന ഈ കമ്പനി എന്തിനു വേണ്ടി പ്രവർത്തിച്ചു? അതിന്റെ സാമ്പത്തിക ഇടപാടുകളിൽ ഏതെങ്കിലും തരത്തിലുള്ള ഷെൽ ആക്ടിവിറ്റി വന്നിട്ടുണ്ടോ? അത് കമ്പനി നിയമത്തിന്റെ ലംഘനമാണ്. ഷെൽ കമ്പനി എന്ന് പറഞ്ഞാൽ തട്ടിപ്പ് കമ്പനികളാണ്. ഉദാഹരണത്തിന് CMRL തന്നെ ഷെൽ കമ്പനികൾ ഉണ്ടായിരുന്നു പറയുന്നത്. അല്ല, ഭാര്യയുടെ പേരിലെ, മക്കളുടെ പേരിലെ, മക്കളുടെ പേരിലും ഒക്കെ ഉണ്ടായിരുന്നു പറയും. ഇതെന്തെങ്കിലും വെച്ചാൽ പണം അങ്ങോട്ട് മാറ്റും, എന്തെങ്കിലും പേര് പറഞ്ഞാൽ ആ കമ്പനിയിലേക്ക് മാറ്റും. അത് കഴിഞ്ഞാൽ കമ്പനി ക്യാഷ് ആയിട്ടോ അല്ലെങ്കിൽ എന്തായിട്ടും തിരിച്ചു ഇവർക്ക് കൊടുക്കും. എന്ന് പറഞ്ഞാൽ അവിടെ ഇപ്പം നേരത്തെ വീണ വിജയൻ അങ്ങനെ 50 ലക്ഷം രൂപ ലോൺ കൊടുത്ത ഒരു കമ്പനിയുണ്ട്. ലോൺ എന്തിനാ ലോൺ കൊടുത്തതെന്ന് വെച്ചാൽ നമുക്കറിയില്ല. ലോൺ തിരിച്ചു കിട്ടാതെ വീണ്ടും ലോൺ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലോൺ അല്ലാതെ എന്നുള്ളതിലേക്ക് വരുന്നുണ്ട്. ആ കമ്പനി പൂട്ടിയും പോയി. കമ്പനി പൂട്ടി. ഇപ്പോൾ റിയാസ് പറഞ്ഞു കമ്പനി തുടങ്ങും, കമ്പനി പൂട്ടും, അതിന്റെ ഉടമസ്ഥന്റെ അവകാശമല്ലേ? വളരെ ശരി. പക്ഷേ കമ്പനി നിയമം എന്നൊരു സാധനം ഇവിടെയുണ്ട്. ഒരു കമ്പനി തുറക്കുകയോ പൂട്ടുകയോ ചെയ്യുമ്പോൾ അതിൻ്റെതായ നടപടിക്രമങ്ങളുണ്ട്. അത് പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇപ്പൊ പബ്ലിക് ലിമിറ്റഡ് അല്ലെങ്കിൽ അവനവന് മാത്രമേ നഷ്ടം വന്നിട്ടുള്ളൂ, ഞാൻ പൂട്ടിപ്പോയി, എനിക്ക് താല്പര്യമില്ല നടത്താൻ എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷെ വേറെ ഏതെങ്കിലും തരത്തിൽ മറ്റിടപാടുകൾ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഇടപാടുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഇടപാടുകൾ എന്താണ്? ഇവിടെയാണ് കുരുക്ക് വരാൻ സാധ്യത. അപ്പൊ പോലും ഞാൻ കണക്കാക്കുന്നത് ഏതെങ്കിലും തരത്തിൽ റിവേഴ്സ് ഹവാല ചെയ്തിട്ടുണ്ടെങ്കിൽ EDയുടെ മണി ലോണ്ടറിങ്, കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും വിഷയം ഒരു പക്ഷേ ഇങ്ങനെയാവാം. ഞാൻ എൻ്റെ ഒരു ഊഹം മാത്രം പറയാണ്. ഇവർക്ക് ഈ പണം ആർക്കെങ്കിലും വെളുപ്പിക്കേണ്ട പണമാണെങ്കിൽ ഇത് വിദേശത്തേക്ക് അയക്കുകയും അത് വേറെ തരത്തിൽ, ഇപ്പോൾ പിണറായിയുടെ മകൻ അവിടെയുണ്ട്, അയാൾക്ക് അയച്ചു കൊടുത്താണോ? അത് വേറെ വഴിക്ക് ഇവിടെ വന്നിട്ടുള്ളതാണോ? ഇവിടെ വരുമ്പോൾ അത് വൈറ്റ് മണിയാണ്, ടാക്സ് കൊടുക്കേണ്ടാത്ത മണി കൂടിയാണ്. അപ്പോൾ തീർച്ചയായും വേറൊരാൾ വഴി അത് ഇവിടെ വരികയാണെങ്കിൽ അയാൾക്കൊന്നും അറിയണ്ടല്ലോ. അയാൾ വിദേശത്ത് നിന്ന് കൊണ്ടിരുന്ന പണമാണെന്ന് പറഞ്ഞാൽ ഇവിടെ ആരും ചോദിക്കില്ല. ഇപ്പൊ ഞാൻ $1 ലക്ഷം ആയിട്ട് വന്നാലും ഗവൺമെന്റ് ഒന്നും ചോദിക്കില്ല. ഞാൻ എന്തിനാ വന്നേന്ന് ചോദിക്കില്ല. കോയിൻ അല്ല, എനിക്ക് $1 ലക്ഷം എൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഞാൻ അവിടെ നിന്ന് ജോലി ചെയ്ത് അയച്ചാൽ ഗവൺമെന്റിന് ചോദിക്കേണ്ട കാര്യമില്ല $1 ലക്ഷം എങ്ങനെ വന്നു. നേരെ മറിച്ച് ഞാൻ $1 ലക്ഷം നാട്ടിൽ നിന്ന് ഇട്ടാൽ അതെങ്ങനെയാണെന്ന് ഇവിടുത്തെ ഗവൺമെന്റ് ചോദിക്കും. കാരണം ഇങ്ങോട്ട് വരുന്ന പണത്തിന് ആരാണ്? അല്ലെങ്കിൽ പിന്നെ വല്ല ക്രിമിനൽ കേസും വേണ്ട, അവിടെ ആരെങ്കിലും കൊന്നിട്ടോ ഒക്കെ വരികയാണെന്ന്. അപ്പൊ തീർച്ചയായിട്ടും ഈ പണം ഇപ്പോൾ ലക്ഷക്കണക്കിന് രൂപയോ അതോ കോടിക്കണക്കിന് രൂപയോ വൈറ്റ് മണിയാക്കി ഇവിടെ കൊണ്ടുവരാൻ ആരെങ്കിലും സഹായിക്കാനായിരുന്നോ ഇത്? അങ്ങനെയുണ്ടെങ്കിൽ അത് ഗുരുതരമായ കുറ്റമാണ്. ഞാൻ പറയുന്നത് ഇത് ശിക്ഷിക്കപ്പെടാം, ശിക്ഷിക്കപ്പെടാതിരിക്കാം.
പക്ഷേ ഇത്തരം കറക്ക് കമ്പനികളിൽ അന്നത്തെ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട ആളുകൾക്ക്, അവരുടെ മകൾക്ക്, അന്നത്തെ മന്ത്രിയായിരുന്ന ആളുടെ മകൾക്ക്, ഭാര്യയ്ക്ക് ഒക്കെ പങ്കുണ്ടെന്ന് വരുന്നത് നിയമപരമായി മാത്രമല്ല ധാർമ്മികമായും വളരെ മോശമാണ്. ഈ കേസിൽ ശിക്ഷിക്കപ്പെടൂ എന്ന് ചോദിച്ചാൽ ഞാൻ കുറച്ച് സ്കെപ്റ്റിക്കാണ്. ഞാൻ ശിക്ഷിക്കപ്പെടാൻ സാധ്യത കുറവാന്ന് വിചാരിക്കുന്ന ഒരാളാണ്. കാരണം കേരളത്തിന്റെ ചരിത്രത്തിൽ അഴിമതി കേസിൽ ആരെങ്കിലും ശിക്ഷിച്ചിട്ടുള്ള ചരിത്രം വളരെ വിരളമാണ്. 1957 മുതൽ നിയമസഭയിൽ അടക്കം ഉന്നയിക്കപ്പെട്ട അഴിമതി ആരോപണങ്ങളുടെ ഒരു കണക്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. ആ കണക്കിൽ ഇതുവരെ ഇപ്പോൾ 70 വർഷം തികയുന്ന കേരളത്തിൽ, 70 വയസ്സാവുന്ന കേരളത്തിൽ എന്താ സംഭവിക്കുന്നത്? ഇന്ന് വരെ ഒരു രാഷ്ട്രീയ നേതാവ് മാത്രമാണ് അഴിമതിക്ക് ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളത്. അത് ബാലകൃഷ്ണ പിള്ളയാണ്. അത് 15 ദിവസമോ 20 ദിവസമോ ജയിലിൽ കിടന്നു എന്നാണ് പറയുന്നത്. അത് രാജപദവിയിൽ. എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ നേതാക്കളെ അഴിമതി കേസിൽ പിടിക്കുക എന്നത് എളുപ്പമുള്ള കാര്യമല്ല. ഇവിടെയും അഴിമതിയുടെ വശത്തേക്ക് ഈ കേസ് പോകുമെന്ന് തോന്നുന്നില്ല. അങ്ങനെ പോയാൽ മറ്റു രാഷ്ട്രീയ പാർട്ടി നേതാക്കളും പെടാം. ഏതായാലും ഇതിൻ്റെ ഒരു അന്തിമ ഫലം ഏതായാലും റിയാസിനെ ചോദ്യം ചെയ്യുക എന്ന് പറഞ്ഞു. അവസാനമായി എന്തായാലും പിണറായി വിജയന്റെ വീട്ടിൽ റെയ്ഡ് ചെയ്തപ്പോൾ ഉണ്ടായ ബഹളങ്ങളൊന്നും ഇപ്പോൾ ഉണ്ടായില്ല. ജനങ്ങൾ ആരും തെരുവിൽ ഇറങ്ങിയില്ല. തെരുവിൽ ഇറങ്ങിയവരെ അവർ ജയിലിൽ കിടക്കുകയാണ്. അതുകൊണ്ട് അവരാരും ഇറങ്ങില്ല. ഇനിയിപ്പോൾ പിണറായി വിജയന്റെ വീട്ടിൽ തന്നെ ഇനി റെയ്ഡ് ചെയ്താലും ആരും ഒന്നും ചോദിക്കാൻ പോകില്ല. ഇതിനെ പാർട്ടി എങ്ങനെ ഡിഫെൻഡ് ചെയ്യും എന്ന് പറഞ്ഞാൽ, പാർട്ടി എന്തിനാണ് ഡിഫെൻഡ് ചെയ്യുന്നത് എന്ന് റിയാസ് വരുമ്പോഴുണ്ടോ. വീണ തൈക്കണ്ടി എന്ന് പറയുന്ന ഒരാളുടെ ഇടപാടുകളുമായി ബന്ധപ്പെട്ട് പാർട്ടി എന്തിനാണ് ഡിഫെൻഡ് ചെയ്യണേ? കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ നർക്കോട്ടിക്സ് കേസിൽ പോയപ്പോൾ അയാൾ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടും എന്ന് പറഞ്ഞ പിണറായി വിജയൻ കേരളത്തിലെ പ്രമുഖനായ രാഷ്ട്രീയ നേതാവാണ്. ആ നേതാവിന്റെ മകളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. രണ്ട് നീതി ഇവിടെ വേണ്ട. ബനീഷ് കോടിയേരിക്ക് കിട്ടാത്ത അഡ്വാൻറ്റേജ് വീണ തൈക്കണ്ടിക്ക് കിട്ടേണ്ടത് എന്തുകൊണ്ട് എന്ന ചോദ്യവും